ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ചെയ്താലോ? അതിനായിട്ട് ആദ്യം തന്നെ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് അതാണ് ഞാനിവിടെ വരച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേസ് കൊടുക്കാം, പക്ഷെ വരയ്ക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇനി നമുക്ക് ഈ വരച്ചിരിക്കുന്ന പിക്ചേഴ്സിൻ്റെ മേലേക്ക് സ്കെച്ച് കൊണ്ടോ അല്ലെങ്കിൽ ഒരു CD മാർക്കർ കൊണ്ടോ ഒന്നുകൂടി വരച്ചു കൊടുക്കാം. ഇതിലേക്ക് കളർ കൊടുത്തതിന് ശേഷം വരച്ച് നിന്ന് കുറച്ച് സ്പേസ് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒട്ടിക്കാനായിട്ട് ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ നെയിം സ്ലിപ്പിൻ്റെ ആ ഒരു പേപ്പർ ഉണ്ടല്ലോ അത് എടുക്കാം. എൻ്റെ കയ്യിൽ ഇതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ക്ലിയർ ഷീറ്റ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ക്ലിയർ ഷീറ്റിൻ്റെ മേലേക്ക് ടേപ്പ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് പിക്ചേഴ്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ സ്റ്റിക്കേഴ്സും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ പിക്ചറിൻ്റെ അതേ ഫിഗറിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ബാക്കിൽ സ്റ്റിക്കി ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് വർക്കിംഗ് ആണോ നോക്കാനായിട്ട് ഞാൻ അലീനാൻ്റെ ബോക്സിലാണ് ഇത് ഒട്ടിക്കുന്നത്. അതിനായിട്ട് ആ ബാക്കിലുള്ള ക്ലിയർ ഷീറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒട്ടിക്കാൻ പറ്റും. അപ്പം നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക കൂടി ചെയ്യുക. എന്നാലേ നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ ഈ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.